50ന്റെ ഹുക്ക് സെറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് മാജിക് സർക്കിൾ ചെയ്യാം. മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സ്പേസിലാണ് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6. ഞാനിവിടെ 6 സിംഗിൾ ക്രോഷേ ഈ ഒരു സർക്കിളിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈൽ എൻഡ് വലിച്ചിട്ട് ഇത് ടൈറ്റ് ആക്കി കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്ത ആ ഒരു സ്റ്റിച്ചിലാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത ആ ഒരു ചെയിനിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ സെയിം ചെയിനിൽ തന്നെ ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തില്ല, അതേ സെയിം ചെയിനിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് സ്റ്റേജാണ്. നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയത്. ഇത് സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും 2 എണ്ണം വീതം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് 2 സിംഗിൾ ക്രോഷേ കിട്ടി. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 1 സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. അപ്പോൾ നമുക്ക് 4 സിംഗിൾ ക്രോഷേ കിട്ടി. അടുത്തത് മൂന്നാമത്തതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 എണ്ണം ചെയ്ത് കൊടുക്കാം. പിന്നെ 6 ചെയിനിലും 2 എണ്ണം വീതം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ആ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിലും 2 എണ്ണം വീതം ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മളിത് കൗണ്ട് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് ഇതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ 1 ചെയ്തു, ഇനി അടുത്തതിൽ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. തേർഡ് റൗണ്ട് നമ്മൾ ഫസ്റ്റ് 1 സിംഗിൾ ക്രോഷേ ചെയ്തു, സെക്കൻഡിൽ 2 എണ്ണം ചെയ്തു, തേർഡിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, ഫോർത്തിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്തു, ഫിഫ്ത്ത് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ. ഈ ഒരു പാറ്റേൺ 1 2 1 2 എന്നുള്ള പാറ്റേൺ നമ്മൾ ഈ എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക്
അതിനെ രണ്ടായിട്ട് ഓരോ ചെയിനിലും രണ്ടെണ്ണം വീതം ചെയ്തപ്പോൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. തേർഡ് റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷേ 2 സിംഗിൾ ക്രോഷേ എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് റൗണ്ടിൽ 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ കൗണ്ട് ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോവാൻ. കറക്റ്റ് 18 സിംഗിൾ ക്രോഷേ ഈ തേർഡ് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോവാൻ. ഇപ്പോൾ നമുക്കതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. മാർക്ക് റിമൂവ് ചെയ്യാം. തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോർത്ത് റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമുക്കിവിടെ മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. ഒരു സിംഗിൾ ക്രോഷേ ഒരു സിംഗിൾ ക്രോഷേ, തേർഡിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. അതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. തേർഡ് ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫോർത്ത് റൗണ്ടിൻ്റെ പാറ്റേൺ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. 1 സിംഗിൾ ക്രോഷേ ചെയ്യുക, 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്, ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിന് ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുന്നു. 1 സിംഗിൾ ക്രോഷേ 1 സിംഗിൾ ക്രോഷേ. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. 1 1 2 എന്നുള്ള പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് എന്നിട്ടൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 എനിക്കിവിടെ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ കൗണ്ട് ചെയ്യണം. 24 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെ ഒന്ന് മിസ്സായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫോർത്ത് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് റൗണ്ടിലെ സ്റ്റാർട്ടിംഗ് ആണ്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ഫിഫ്ത്ത് റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു. രണ്ടാമത്തേൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. മൂന്നാമത്തെ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നാലാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്, ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 1 1. നാലാമത്തെ ചെയിനിൽ നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഫിഫ്ത്ത് റൗണ്ട് 1 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ഫിഫ്ത്ത് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്.
1 1 1 ഫോർത്തിൽ 2 ഈ ഫിഫ്ത്ത് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ലാസ്റ്റ് ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന്. എനിക്കിവിടെ 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 6th റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആ സെയിം സിംഗിൾ ക്രോഷ്യ ചെയ്ത ഇതിലൊരു മാർക്കർ വെക്കുക. ഇനി നമ്മൾ 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യും. 5th ചെയിനിൽ ഒരു ഇൻക്രീസിങ് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ചെയ്തു, 2 3 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി 5th ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യാം. ഇനി അതുപോലെ തന്നെ 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഫിഫ്ത്ത് ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ ഫുൾ റിപ്പീറ്റ് ചെയ്യുക. 1 1 1 1 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. 5th ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ലാസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പം നമുക്കിവിടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. മാർക്ക് റിമൂവ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. ഓരോ ചെയിനിലും ഓരോ 7th റൗണ്ടിൽ നമ്മൾ ഇൻക്രീസിങ് നിർത്തി. ഇവിടെ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 അങ്ങനെ നമുക്ക് 36 സിംഗിൾ ക്രോഷേ കിട്ടും. ഈ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ആകുമ്പോൾ 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഞാനിവിടെ 7th റൗണ്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഈ റൗണ്ടിൽ എനിക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇൻക്രീസിങ് ഒന്നും ചെയ്തിട്ടില്ല. മാർക്ക് റിമൂവ് ചെയ്യുക. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും മാർക്കർ വെക്കുക. 8 റൗണ്ടും ഇതുപോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 7 റൗണ്ട് കൂടി ചെയ്ത് കൊടുക്കുക. ടോട്ടൽ നമുക്ക് 13 റൗണ്ട് കിട്ടണം. ഇനി ഒരു 7 റൗണ്ട് ഇതുപോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക. 36 ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് 36 കിട്ടും. വീണ്ടും മാർക്ക് റിമൂവ് ചെയ്യുക. വീണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക. എന്നൊരു പാറ്റേൺ നമ്മൾ ഒരു 7 റൗണ്ടും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 7 റൗണ്ട് ചെയ്തു. 7 റൗണ്ട് ചെയ്തപ്പോൾ ഈ ഒരു മോഡലിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് കൗണ്ട് ചെയ്യുക. ഇപ്പോൾ എത്ര റൗണ്ട് ആയിരുന്നു? 1 2 3 4 5 6 7 8 9 10 11 12 13 ടോട്ടൽ 13 റൗണ്ട് ആയിട്ടുണ്ട്. 13 റൗണ്ട് ആയപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബോളിൻ്റെ. ഓരോ റൗണ്ട് കഴിയുമ്പോഴും കൗണ്ട് ചെയ്യുക. 36 കിട്ടിയിട്ടുണ്ടോയെന്ന്, 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന് കൗണ്ട് ചെയ്തിട്ട് മാർക്കർ റിമൂവ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ 7 റൗണ്ട് ചെയ്തു. ടോട്ടൽ എനിക്കിപ്പം 13 റൗണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ 14ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആ റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി 3 ഫസ്റ്റ് 1 ചെയ്തു. ഇനി 2 3 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഡിക്രീസിങ് സ്റ്റിച്ചാണ്. നമ്മളിവിടെ ചെയ്തത് ഇൻക്രീസിങ് സ്റ്റിച്ചാണ്. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്തിട്ട് ഇതിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇനി നമ്മളിതിനെ ഡിക്രീസാണ് ചെയ്യാൻ പോകുന്നത്. ഡിക്രീസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ലൂപ്പിനെ നമ്മൾ ബാക്ക് ലൂപ്പ് എന്നും ഈ കാണുന്ന ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും പറയുന്നു. നമ്മൾ ഇനി ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ്, ഈ കാണുന്ന ലൂപ്പിനെയാണ് ബാക്ക് ലൂപ്പ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്.
ഫസ്റ്റ് നമ്മൾ ഈ ബാക്ക് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി അടുത്ത ചെയിനത്തെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 1 2 3 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും yarn over ചെയ്ത് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു ഡിക്രീസിങ് സ്റ്റിച്ചായി. ഈ 2 സ്റ്റിച്ചിനെ നമ്മൾ ഒരു സ്റ്റിച്ചായിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഈ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. അടുത്ത ചെയിനിലും അതുപോലെ തന്നെ ഈ ബാക്ക് ലൂപ്പ് എടുക്കുക. നമുക്ക് ഹുക്ക് സെറ്റിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും yarn over ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഇനി വീണ്ടും 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഡിക്രീസിങ് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഡിക്രീസിങ് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത ചെയിനിൽ അതുപോലെ തന്നെ ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടി. ഇനി 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഡിക്രീസിങ് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അടുത്ത ചെയിനിലേക്കോ അതുപോലെ തന്നെ ഹുക്കിനെ ഇങ്ങനെ എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്ക് സെറ്റിൽ 3 ലൂപ്പ് കാണാം. yarn over ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇൻവിസിബിൾ സ്റ്റിച്ചാണിത്. ഡിക്രീസിങ് സ്റ്റിച്ചാണിത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ 2 ചെയിനിൽ ഡിക്രീസിങ് ചെയ്യാൻ പോവുകയാണ്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഹുക്ക് സെറ്റിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി 2 ചെയിനിൽ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ആക്കാം. സെറ്റിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്കിവിടെ 14ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത്. ഇനി നമ്മൾ 15ാമത്തെ റൗണ്ടാണ് ചെയ്യുന്നത്. 15ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ വീണ്ടും നമുക്ക് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും ഒരു ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പം ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി അടുത്ത 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ടോട്ടൽ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും ഹുക്കിനെ ഇങ്ങനെ എടുത്തിട്ട് ഈ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട്
ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. 2 ചെയിനിനെ ഒരു ചെയിനായിട്ട് ഡിക്രീസിങ് ചെയ്യുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഈ 15ാമത്തെ റൗണ്ട് നമ്മൾ കഴിയുമ്പോൾ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഓരോ ചെയിനിലും 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3. ഇനി ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഇനി 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത്. 3 ചെയിനും ചെയ്യുക, പിന്നെ ഡിക്രീസിങ് ചെയ്യുക, 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഡിക്രീസിങ് ചെയ്യുക, വീണ്ടും 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 6 പ്രാവശ്യം നമുക്കങ്ങനെ ചെയ്യാനുണ്ടാവും. ഡിക്രീസിങ് ചെയ്യുക. ഞാനിവിടെ ഈ റൗണ്ട് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കൊരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് ഇവിടെ കഴിയുമ്പോൾ എനിക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത്. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കണം 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണോ കിട്ടുന്നതെന്ന്. ഈ നൂലൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്യാം. അതിനായിട്ട് ഫൈബർ ഫില്ല് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കുക. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. അധികം ടൈറ്റും ആവരുത്, അധികം ലൂസും ആവരുത്. അങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുക്കണം. വിരൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 16ാമത്തെ റൗണ്ടാണ്. 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിംഗ് ഉള്ള ഒരു പാറ്റേൺ ആണ് ഈ 16th റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമുക്കിവിടെ ഒരു മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്തു, ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഡിക്രീസിംഗ് സ്റ്റിച്ച് ചെയ്യുക. ഇനി അതുപോലെ തന്നെ 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ സ്റ്റഫ് ചെയ്ത ഫൈബർ പെല്ല് നമ്മളിങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യാൻ. 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ചെയിനിൽ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം, അങ്ങനെ 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക. ഇനി ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ, 2 ചെയിനിലും സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത 2 ചെയിനിനെ നമുക്ക് ഡിക്രീസിങ് ചെയ്യാം.
രണ്ട് ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ലാസ്റ്റ് ഞാൻ ഡിക്രീസിങ് ചെയ്യാം. ഈ റൗണ്ടിൽ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. മാർക്കർ റിമൂവ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും മാർക്കർ വെക്കുക. ഈ റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഒരു ഡിക്രീസ് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, ഇനി ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഒരു ഡിക്രീസിങ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ഉള്ള പാറ്റേൺ ഈ എൻഡ് മുഴുവൻ ചെയ്ത് കൊടുക്കുക. ഈ റൗ കഴിയുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത്. ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ഉള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. മാസ്ക് റിമൂവ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വലുപ്പത്തിൽ ഇവിടെ യാണ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം നമുക്ക് തുന്നാൻ പറ്റുന്ന ഒരു വലുപ്പത്തിൽ യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വലിച്ചെടുക്കാം. നീഡിൽ അറ്റാച്ച് ചെയ്യാം. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്നും കൂടി സ്റ്റഫ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് ഈ ആണൊന്നിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കിട്ടും. അപ്പം നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ അമിഗ്രൂമിൻ്റെ ഹെഡ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു സെക്യൂറിന് വേണ്ടിയിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ ബോൾ വേണമെങ്കിൽ നമ്മൾ ഹുക്കിൻ്റെ സൈസും യാണിൻ്റെ സൈസും ഇതിപ്പോൾ 4 പ്ലൈ ആണ് യൂസ് ചെയ്തത്. ഇതിലും വലിയ ബോൾ വേണമെന്നുണ്ടെങ്കിൽ 6 പ്ലൈ ആണ്, 8 പ്ലൈ ആണൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഹുക്ക് സെറ്റ് സൈസ് കൂട്ടി കൊടുക്കുക. ഇതിൽ ചെറുതാണെങ്കിൽ 2 പ്ലൈ ആണ് യൂസ് ചെയ്യുക. പാറ്റേൺ ഒക്കെ ഈ സെയിം തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.